യുദ്ധം കൂടുതൽ മുറുകുന്ന സാഹചര്യം. ഇതിനിടയിൽ തന്നെ ഇറാന്റെ F-14 യുദ്ധവിമാനങ്ങളടക്കം വെടിവെച്ചിട്ടുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രയേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇറാന്റെ കരുത്ത് ശരിക്കും ചോരുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നാലുപാടും ഇറാനെ ചുറ്റി വളഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നീക്കത്തിൽ ആകെ ബുദ്ധിമുട്ടുകയാണ് ഇറാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്ഫഹാൻ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ നിരവധി F-14 യുദ്ധവിമാനങ്ങൾ നശിപ്പിച്ചതായി IDF വ്യക്തമാക്കുന്നത്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് മുന്നേ അമേരിക്കൻ നിർമ്മിത F-14 വിമാനം ഇറാന്റെ കൈവശമുണ്ടായിരുന്നു. ഇവയാണ് നിലവിൽ നശിപ്പിച്ചിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേൽ പറഞ്ഞതനുസരിച്ച് F-14 യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ടെഹ്റാനിലെ മൊഹ്റാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ IRGC ഉപയോഗിക്കുന്ന 16ഓളം വിമാനങ്ങളും തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും ഇസ്രയേൽ പ്രതിരോധ സേന തകർത്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പിറകെ ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തിയ കനത്ത ആക്രമണം ആകാശം മുട്ട ഉയർന്ന രീതിയിൽ തീക്കുണ്ടം തന്നെയായിരുന്നു അവിടെ കാണാനിടയായത്. ടോൺബ്ലിയാൻ ഓയിൽ റിഫൈനറിക്ക് സമീപത്ത് ഈ ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങളും അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ സമ്പദ്ഘടനയുടെ തന്നെ നട്ടെല്ലായി വിശേഷിപ്പിക്കുന്നത് എണ്ണ മേഖല തന്നെയാണ്, എണ്ണപ്പാടങ്ങൾ തന്നെയാണ്. അതിനു നേരെയുള്ള ആദ്യത്തെ ആക്രമണമായി തന്നെ ഇതിനെ വിലയിരുത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഇസ്രയേൽ ഭീഷണി. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ തങ്ങളിനി ലക്ഷ്യം വയ്ക്കാൻ ഒരുങ്ങുന്നത് പ്രധാനമായും നോട്ടമിടുന്നത് ഇറാന്റെ എണ്ണ സമ്പത്തിനെ തന്നെ ആയിരിക്കും. ഇറാന്റെ എണ്ണ സമ്പത്തിനെ നോട്ടമിടുന്നു എന്ന് പറഞ്ഞാൽ ഇറാന്റെ നട്ടല്ലൊടിക്കുക എന്നുള്ളതിന് തുല്യം തന്നെയാണ്. ടെഹ്റാന് തെക്ക് മാറിയുള്ള ടോൺബുയാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് പുറമെ തന്നെ മറ്റു ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ഇസ്രയേലി സേനയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാൻ സൈന്യത്തിന് ആവശ്യമായ ഇന്ധനം വിതരണം ചെയ്യുന്ന റിഫൈനറിയാണ് നിലവിൽ ഇസ്രയേൽ തകർത്തിരിക്കുന്നതെന്നാണ് സേനാവൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. ഇറാന്റെ ഭീകര ഭരണകൂടത്തിന്റെ സൈനിക ശക്തിക്ക് നേരെയുണ്ടായ മറ്റൊരു കടുത്ത ആക്രമണമായി ഇതിനെ ഇസ്രയേൽ സേനയും പറയുന്നു. അതേസമയം ഇറാൻ ആകട്ടെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ആക്ഷേപം ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അയൽ രാജ്യങ്ങളെ ഇനി ആക്രമിക്കില്ലെന്നും മാപ്പ് ചോദിക്കുന്നതായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞുവെങ്കിൽ പോലും ആ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂട ഭീകരത ഇവിടെ ആവർത്തിക്കുന്നതെന്നാണ് നിലവിൽ ഇസ്രയേൽ അടക്കം ആരോപിക്കുന്നത്. ക്ഷമാപണം നടത്തിയുള്ള പ്രസിഡന്റിന്റെ പ്രസ്താവനയെ IRGCയുടെ മുൻ കമാൻഡർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഇതൊരു യുദ്ധമാണ്, അതിനിടയിൽ ക്ഷമാപണത്തിനുള്ള സമയമില്ല എന്ന് തന്നെയാണ് IRGC കമാൻഡറുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. നിയമമേധാവിയും പരമോന്നത നേതാവിന്റെ അധികാരങ്ങൾ വഹിക്കുന്ന 3 അംഗ കൗൺസിലിലെ അംഗവുമായിട്ടുള്ള മുഹ്സിനി ഇജയിയും പ്രസിഡന്റ് പ്രസ്താവനയെ തിരുത്തി രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് പ്രത്യാക്രമണം എന്ന രീതിയിൽ ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇസ്രയേലും US-ഉം സംയുക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചതിന് പിറകെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം ഉടലെടുത്ത ഈ യുദ്ധം അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇതിന് തിരിച്ചടിയെന്നോണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് US വ്യോമത്താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അത് ഏറ്റവും ഒടുവിൽ ഹോർമുസ് കടലിട് കടയ്ക്കുന്നതിലേക്കും GCC രാജ്യങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കുന്നതിലേക്കും ഒക്കെ തന്നെ നയിച്ചു. യുദ്ധം ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ ഇരുപക്ഷത്ത് ഭയമില്ലാത്ത രീതിയിൽ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ 4 ആഴ്ചയോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന സൂചന തന്നെയാണ് ഈ 7 ദിവസം കൊണ്ട് ലഭ്യമായിരിക്കുന്നത്. അതിനിടയിൽ തന്നെ വ്യോമാക്രമണം എന്നുള്ളത് മാറി ഇനി നാവികാക്രമണത്തിലേക്ക് കടക്കുന്നു. നാവികസേനയും പങ്കെടുക്കുന്നു. മറുഭാഗത്തായി അമേരിക്കൻ സേനയെ ഇറാൻ മണ്ണിൽ വിന്യസിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സ്വകാര്യ യോഗത്തിൽ തന്നെ താൽപ്പര്യം പ്രകടിപ്പിച്ചുവെന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. യുദ്ധാനന്തര ഇറാനെക്കുറിച്ചുള്ള തന്റെ സ്വപ്നങ്ങൾ വാചാലമാക്കിക്കൊണ്ട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിന് ആധാരമായിട്ടുള്ളത്. തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് കരസേന എത്തിയേ തീരൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലെ ഉപദേഷ്ടാക്കളോട് പറഞ്ഞിരിക്കുന്നത്. വെനസ്വലയെ നിയന്ത്രിക്കുന്നത് പോലെ യുദ്ധാനന്തര ഇറാനെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. പൂർണ്ണതോതിലുള്ള ഒരു അധിനിവേശം എന്ന രീതിയിലല്ല അതിനെ നോക്കി കാണേണ്ടത്. തന്ത്രപരമായ ചില ആവശ്യങ്ങൾക്ക് കുറച്ച് സൈന്യത്തെ വിന്യസിക്കുന്നു, അതിലൂടെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നു. ഇതുവരെ വ്യോമനാവിക പോരാട്ടങ്ങൾ മാത്രമേ നാം നടത്തിയിട്ടുള്ളൂവെങ്കിൽ ഇനി കരയുദ്ധത്തിലേക്ക് കടക്കാമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്.
കരസേനയെ വിന്യസിച്ചാൽ 2021 അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഇതാദ്യമായിട്ടായിരിക്കും അമേരിക്കൻ സൈന്യം മറ്റൊരു വിദേശ മണ്ണിലേക്ക് കാലുകുത്തുന്നതായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഖമനേയിയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടാവണമെന്ന ആവശ്യത്തിൽ ട്രംപ് ഇപ്പോഴും അടിയുറച്ചു നിൽക്കുന്നുണ്ട്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും അഭിമിതനായ ഒരു വ്യക്തിയാണെങ്കിൽ ജനാധിപത്യ രീതിയിൽ അല്ലാതെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയായിരുന്നാലും തങ്ങൾ അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനിടെ വൈകിയാണെങ്കിൽ പോലും മേഖലയിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകളെ കൂടി അയക്കാനായി നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ പ്രതികരണത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വിമാനവാഹിനി കപ്പലുകളെ ബ്രിട്ടൻ അയക്കുന്നുണ്ടെന്നും വിജയിച്ചു കഴിഞ്ഞ യുദ്ധത്തിൽ കൂടുതൽ ആളുകൾ തങ്ങൾക്കൊപ്പം ചേരേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണ് ട്രംപ് പരിഹസിക്കുന്നത്. ഏതായാലും തങ്ങളുടെ എക്കാലത്തെയും വലിയ സഖ്യകക്ഷി വൈകിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ സന്തോഷമുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്നലെ ഇസ്രയേലിന് നേർക്ക് കടുത്ത ആക്രമണമാണ് ഒരു ഭാഗത്ത് കണ്ടത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണവും ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഏതാണ്ട് ഒരേ സമയത്തായിരുന്നു ഇത് രണ്ടും സംഭവിച്ചത്. വടക്കൻ ഇസ്രയേലിലെ ഹൈഫ മേഖലയിൽ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം. ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇസ്രയേലിനുണ്ടാക്കാനായി ഇറാന് കഴിഞ്ഞിട്ടില്ല, ഹിസ്ബുള്ളയ്ക്ക് സാധിച്ചിട്ടില്ല. തകർത്ത ഇറാന്റെ ഡ്രോണിന്റെ ചില അവശിഷ്ടങ്ങൾ ദുബായിലെ ഒരു ആഡംബര അമ്പരചുംബയ്ക്ക് സമീപം വീണതായി ചില വാർത്തകൾ പുറത്തു വന്നു. അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുകൂടി മനസ്സിലാക്കുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നു. 88 നിലകളുള്ള മരീന ടവറിന് മുകളിലാണ് ഈ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണത്. അതേസമയം മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ സൈനിക സന്നാഹങ്ങളെയും സംവിധാനങ്ങളെയും ആക്രമിക്കാൻ റഷ്യ ഇറാനുമായി ചേർന്നുകൊണ്ട് ചില രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസവും പുറത്തു വന്നതായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച യുദ്ധം തുടങ്ങിയ അപ്പോൾ മുതൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു സ്ഥാനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കൈമാറാനായി ക്രെംലിൻ ഇറാന് മേൽ ചില സൂചനകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്. ഇറാൻ ഭരണകൂടം ഉടൻ തന്നെ കീഴടങ്ങണമെന്നും അല്ലാത്തപക്ഷം ഉറപ്പായ മരണം നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നു കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.